ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് യൂണിറ്റ് 4 ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ് പൂക്കാം കായ്ക്കാം എന്ന പാഠഭാഗത്തെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. സം ഓഫ് ദ ഫ്ലവേഴ്സ് സീൻ അറൗണ്ട് യു ആർ ഗിവൺ ഇൻ ദ പിക്ചർ ബിലോ. വിച്ച് ഓഫ് ദീസ് ഫ്ലവേഴ്സ് ക്യാൻ യു ഐഡന്റിഫൈ? ഐഡന്റിഫൈ ദ ഫ്ലവേഴ്സ് ഇൻ ദ പിക്ചർ അലോങ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് നോട്ട് ദം. നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന ചില പൂക്കളാണ് താഴെ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ ഏതെല്ലാം പൂക്കൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? കൂട്ടുകാരുമായി ചേർന്ന് ചിത്രത്തിലെ പൂക്കൾ തിരിച്ചറിഞ്ഞെഴുതും. ആദ്യത്തെ ചിത്രം നോക്കിയ മക്കളെ, അതെന്താ? മൂക്കുറ്റി അല്ലേ. അടുത്തത് എന്താ വരുക? തുമ്പ അല്ലേ. ലൂക്കസ്. അടുത്തത് തൊട്ടാവാടി. മൈമോസ. അടുത്തത് കണിക്കൊന്ന അല്ലേ. ഗോൾഡൻ ഷോവർ ട്രീ. നെക്സ്റ്റ്, you know that all flowers are not similar. In which ways are they different? Observe the flowers around you, identify the diversity and complete the list. എന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാ പൂക്കളും ഒരുപോലെയല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്തൊക്കെ കാര്യങ്ങളിലാണ് അവ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ചുറ്റുപാടുമുള്ള പൂക്കൾ നിരീക്ഷിക്കൂ, അവയുടെ വൈവിധ്യം തിരിച്ചറിഞ്ഞ് പട്ടിക പൂർത്തിയാക്കൂ. നമുക്ക് പട്ടിക നോക്കാം. നെയിം, കളർ, ഫ്രാഗ്രൻസ്, സിംഗിൾ ഫ്ലവർ, ഇൻഫ്ലോറൻസ്, നമ്പർ ഓഫ് പെറ്റൽസ്. ആദ്യം നമുക്ക് റോസ് നോക്കാം അല്ലെ. റോസാപ്പൂ. കളറ് റെഡ്, ഫ്രാഗ്രൻസ് ഹാവ് സ്മെല്ല്, സിംഗിൾ ഫ്ലവർ, നമ്പർ ഓഫ് പെറ്റൽസ് എത്ര? മെനി പെറ്റൽസ്. നെക്സ്റ്റ് ഷോ ഫ്ലവർ നോക്കാം. അതിൻ്റെ കളർ എന്തായിരിക്കും? ഫൗണ്ട് ഇൻ മെനി കളേഴ്സ് ഇൻക്ലൂഡിങ് വൈറ്റ്, പിങ്ക്, റെഡ്, ഓറഞ്ച്, യെല്ലോ ആൻഡ് മോർ. ഫ്രാഗ്രൻസ് വരുന്നത് നോ സ്പെസിഫിക് സ്മെൽ, സിംഗിൾ ഫ്ലവർ വരും. നെക്സ്റ്റ് നമ്പർ ഓഫ് പെറ്റൽസ് വരുന്നത് മെനി പെറ്റൽസ്. നെക്സ്റ്റ് നമുക്ക് ജാസ്മിൻ നോക്കാം. കളർ വൈറ്റ്, ഹാവ് സ്മെല്ല്, സിംഗിൾ ഫ്ലവർ 5, മെനി പെറ്റൽസ് ഇൻ സം വെറൈറ്റീസ്. നെക്സ്റ്റ് ഇക്സോറ, അതിൻ്റെ കളർ റെഡ് വരും, നോ സ്പെസിഫിക് സ്മെല്ല്, ഇൻഫ്ലോറൻസ് 4 പെറ്റൽസ് ഇൻ എ ഫ്ലവർ. ഡു ഫ്ലവേഴ്സ് ഹാവ് ഓൺലി പെറ്റൽസ്? ആർ ദർ നോ അതർ പാർട്സ്? ഒബ്സർവ് ദം. ആർ ദ പാർട്സ് ദ സെയിം ഇൻ ഓൾ ദ ഫ്ലവേഴ്സ് യു ഹാവ് ഒബ്സർവ്? എന്താ പറഞ്ഞിരിക്കുന്നത്? പൂക്കൾക്ക് ഇതളുകൾ മാത്രമാണ് ഉള്ളത്, മറ്റു ഭാഗങ്ങളുമില്ലേ? അവ പരീക്ഷിക്കൂ. നിരീക്ഷിച്ച എല്ലാ പൂക്കളിലും ഭാഗങ്ങൾ ഒരുപോലെയാണോ? എ ഫ്ലവർ ഹാസ് ഡിഫറെൻറ്റ് പാർട്സ്, നോട്ട് ജസ്റ്റ് പെറ്റൽസ്. ദ പാർട്സ് ആൾസോ വേരി ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് പ്ലാന്റ്. അടുത്തത് പൂക്കളുടെ ഭാഗങ്ങളെ കുറിച്ചാണ്. അതിനായി ഒരു ചെമ്പരത്തിപ്പൂവ് നിരീക്ഷിക്കൂ. ഏതൊക്കെ ഭാഗങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞ് പറയാൻ കഴിയുന്നുണ്ട്? അറിയാവുന്ന ഭാഗങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. അത് നമുക്ക് ചിത്രത്തിൽ രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വരുക പെറ്റൽ വരും അല്ലേ. ദളം. അടുത്തത് സെപ്പൽസ് വരും. വിതളം. അടുത്തത് വരുക പൂഞ്ഞട്ടല്ലേ. പെഡിസൽ വരും. നെക്സ്റ്റ് ലെറ്റ്സ് ഡു എ പ്രൊജക്ട്. ആർ ഓൾ ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ഫ്ലവേഴ്സ്? ഒബ്സർവ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് ഇൻ യുവർ ഹോം ആൻഡ് സ്കൂൾ. റെക്കോർഡ് ദ ഒബ്സർവേഷൻ ഇൻ ദ ടേബിൾ ബിലോ. പ്രൊജക്റ്റ് തയ്യാറാക്കാനാണ്. എല്ലാ പുഷ്പങ്ങളും പൂർണ്ണ പുഷ്പങ്ങളാണോ? വീട്ടിലെയും സ്കൂളിലെയും വിവിധ ഇനം പൂക്കൾ നിരീക്ഷിക്കൂ. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തും. ഫ്ലവർ, പെഡിസൽ, തലാമസ്, സെപ്പൽ, പെറ്റൽ, ആൻഡ്രോഷ്യം, ഗൈനോഷ്യം. ആദ്യം നമുക്ക് ഷോ ഫ്ലവറിൻ്റെ നോക്കാം. പെഡിസൽ ലോങ് വരും, തലാമസ് കോൺ ഷേപ്ഡ് വരും, ബാക്കിയെല്ലാം പ്രസന്റ് വരുക. അടുത്തത് ജാസ്മിൻ്റെത് പെഡിസല് ഷോർട്ട് ആൻഡ് തിൻ വരും, തലാമസ് സോളയും വരും, ബാക്കിയെല്ലാം പ്രസന്റ് ആണ്. നെക്സ്റ്റ് റോസിൻ്റെത് പെഡിസല് ലോങ് വരും, തലാമസ് കപ്പ് ഷേപ്ഡ് വരും, ബാക്കിയെല്ലാം പ്രസന്റ് വരും. അനലൈസ് ദ ലിസ്റ്റ്. വാട്ട് ആർ യുവർ അസംഷൻസ്? പ്രിപ്പയർ എ റിപ്പോർട്ട് ആൻഡ് പ്രസന്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. പട്ടിക വിശകലനം ചെയ്ത് നിങ്ങളുടെ നിഗമനങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് നോക്കാം. മോസ്റ്റ് ഓഫ് ദ ഫ്ലവേഴ്സ് വി സീ ഇൻ അവർ സറൗണ്ടിങ്സ് ആർ കംപ്ലീറ്റ് ഫ്ലവേഴ്സ്, ബട്ട് some lack certain parts. The shape and size of the pedicel and thalamus are different in each flower. Sepal, petals, stamens and carpels are present, but their number varies in different flowers. അടുത്ത പിക്ചർ നോക്കിയ മക്കളെ, പൂവിൻ്റെ ധർമ്മങ്ങൾ അല്ലേ. ഫങ്ഷൻസ് ഓഫ് ഫ്ലവേഴ്സ്. ചെടികളിൽ പൂക്കൾ ഉണ്ടാകുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫ്ലവറിംഗ് ഇൻ പ്ലാന്റ്സ്? Fruit is formed from a flower, helps in seed production, help in the development of new plants. അടുത്തത് ഫ്രൂട്ട് ആൻഡ് സീഡ്. ഫലവും വിത്തും അല്ലേ. From the illustration you have understood that the fruit is formed from the flower and a new plant arises from the seed within the fruit.
എന്താ പറഞ്ഞിരിക്കുന്നത്? പൂവിൽ നിന്ന് ഫലവും ഫലത്തിനുള്ളിലെ വിത്തിൽ നിന്നും പുതിയ ചെടിയും ഉണ്ടാകുന്നു എന്ന് ചിത്രീകരണത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. ഹൗ ഡസ് എ ഫ്ലവർ പ്രൊഡ്യൂസ് ഫ്രൂട്ട് ആൻഡ് സീഡ്? എങ്ങനെയാണ് പൂവിൽ നിന്നും ഫലവും വിത്തും ഉണ്ടാകുന്നത്? ഫ്രൂട്ട് ആൻഡ് സീഡ് ആർ പ്രൊഡ്യൂസ് ഫ്രം ഫ്ലവേഴ്സ് ത്രൂ റീപ്രൊഡക്ഷൻ. പ്രത്യുൽപാദനം വഴിയാണ് പൂവിൽ നിന്ന് ഫലവും വിത്തും ഉണ്ടാകുന്നത് അല്ലേ? വിച്ച് ആർ ദ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ? ഏതൊക്കെയാണ് പൂവിന്റെ പ്രത്യുൽപാദന ഭാഗങ്ങൾ? ഏതൊക്കെയാണ് മക്കളെ? മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ, ആൺ പ്രത്യുൽപാദന അവയവം കേസരപ്പുട അല്ലേ, ആൻഡ്രോഷ്യം. അടുത്തത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ, പെൺ പ്രത്യുൽപാദന അവയവം ഏതാണ്? ജനിപ്പുട അല്ലേ, ഗൈനേഷ്യം. അടുത്തത് ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ബിലോ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ പാർട്ട് ഓഫ് എ സ്റ്റേമൻ ആൻഡ് കാർപ്പൽ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് കേസരത്തിന്റെയും ജനിയുടെയും ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കും. സ്റ്റേമന്റെ പാർട്സ് നോക്കിയ മക്കളെ, ഏത് വരുക? ആന്തർ അല്ലേ, പരാഗി വരും. ഫിലമെന്റ്, തന്തുകം. അടുത്തത് നോക്കിയേ, അടുത്തത് കാർപ്പലിന്റെ സ്റ്റിഗ്മ വരും. പരാഗണ സ്ഥലം, സ്റ്റൈല്, ജനിതണ്ട്. അടുത്തത് ഓവറി, അണ്ടാശയം. അടുത്തത് ഓവ്യൂൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ആർ ദ പാർട്സ് ഓഫ് സ്റ്റേമൻ? ഏതൊക്കെ ഭാഗങ്ങൾ ചേർന്നതാകാം കേസരം? ഏതെല്ലാം മക്കളെ? എ സ്റ്റേമൻ കൺസിസ്റ്റ് ഓഫ് എ ഫിലമെന്റ് ആൻഡ് ആന്തർ. അടുത്തത് വിച്ച് ആർ പോളൻ ഗ്രെയിൻസ് ഫൗണ്ട്? പരാഗണയണുക്കൾ കാണപ്പെടുന്നത് എവിടെയാണ്? എവിടെയാണ് മക്കളെ? പോളൻ ഗ്രെയിൻസ് ആർ ഫൗണ്ട് ഇൻസൈഡ് ദ ആന്തർ ചേമ്പേഴ്സ്. നെക്സ്റ്റ് വിച്ച് ആർ ദ പാർട്സ് ഓഫ് ദ കാർപ്പൽ? ജനിയുടെ ഭാഗങ്ങൾ ഏതെല്ലാം? ഏതെല്ലാം മക്കളെ? എ കാർപ്പൽ കൺസിസ്റ്റ് ഓഫ് സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. ഓവ്യൂൾസ് ക്യാൻ ബി സീൻ ഇൻസൈഡ് ദ ഓവറി. നെക്സ്റ്റ് വേർ ഈസ് ഫീമെയിൽ ഗാമീറ്റ് സീൻ? പെൺബീജം കാണപ്പെടുന്നത് എവിടെയാണ്? എവിടെയായിരിക്കും? ദ എഗ് ഓർ ഫീമെയിൽ ഗാമീറ്റ് ഈസ് ഫൗണ്ട് വിത്തിൻ ദ ഓവ്യൂൾ ഇൻ ദ ഓവറി. അണ്ടാശയത്തിലെ ഓവ്യൂളിനുള്ളിൽ. അടുത്ത പിക്ചർ നോക്കിയ മക്കളെ, ജനിപുടം, കേസരപുടം എന്നിവയുടെ ഭാഗങ്ങൾ നമുക്ക് മനസ്സിലായി അല്ലേ? ഒരു ചെമ്പരത്തി പൂവിന്റെ ഛേദം വ്യക്തമാക്കുന്ന ചിത്രമാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അതിൽ ഭാഗങ്ങൾ അടയാളപ്പെടുത്തും. നമുക്കത് നോക്കാം. ആദ്യത്തെ നോക്കിയ മക്കളെ, അതെന്തായിരിക്കും? പരാഗണ സ്ഥലം അല്ലേ, സ്റ്റിഗ്മ. അടുത്തതോ? അടുത്തത് സ്റ്റേമൻ, കേസരം. അടുത്തത് വരുക സ്റ്റൈല്, ദളം. അടുത്തത് പെറ്റൽ, വിതളം. അടുത്തത് ഓവ്യൂൾ വരും. അടുത്തത് തലാമസ്, പുഷ്പാസനം വരും. അടുത്തത് പെഡിക്കൽ വരും, പൂഞ്ഞെട്ട്. Can a flower have more than one ovary? What is your guess? ഒരു പൂവിൽ ഒന്നിലധികം അണ്ടാശയങ്ങൾ ഉണ്ടാകുമോ? നിങ്ങളുടെ ഊഹം എന്താണ്? എന്താണ് മക്കളെ? യെസ് എന്നല്ലേ. Some flowers can have more than one ovary, multiple ovaries. Example, lotus and custard apple. Next, male and female flowers. പൂക്കളിലും ആണും പെണ്ണും. ഈ പട്ടിക നോക്കിയ മക്കളെ, ഫ്ലവേഴ്സ്, ലേഡി ഫിംഗർ, വെണ്ട അല്ലേ, ഒബ്സർവേഷൻ, നിരീക്ഷണങ്ങൾ എന്തെല്ലാമായിരിക്കും? ആൻഡ്രോഷ്യം ആൻഡ് ഗൈനേഷ്യം ആർ ഫൗണ്ട് ഇൻ ദ സെയിം ഫ്ലവർ. കേസരപുടവും ജനിപുടവും ഒരേ പൂവിൽ കാണുന്നത്. അടുത്തത് പംകിൻ, മത്തൻ്റെ നോക്കിയാലോ, എന്തായിരിക്കും? കേസരപുടവും ജനിപുടവും വ്യത്യസ്ത പൂക്കളിൽ കാണുന്നു അല്ലേ. ആൻഡ്രോഷ്യം ആൻഡ് ഗൈനേഷ്യം ആർ ഫൗണ്ട് ഇൻ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ഓൺ ദ സെയിം പ്ലാന്റ്. ആർ ദ ഫ്ലവേഴ്സ് ഓഫ് പംകിൻ യൂണിസെക്ഷൽ? ഡിസ്കസ് ആൻഡ് റൈറ്റ് ഇൻ ദ സയൻസ് ഡയറി. മത്തൻ പൂക്കൾ ഏകലിംഗ പുഷ്പങ്ങളാണോ? ഏകലിംഗ പുഷ്പങ്ങളാണ് അല്ലേ മത്തൻ പൂക്കൾ. അപ്പോൾ നമുക്കത് നോക്കാം. As the flowers of pumpkin plants are unisexual, this means that a single pumpkin plant will produce two different kinds of flowers, male flowers and female flowers. Next is the ladyfinger flowers unisexual or bisexual. Why? The lady's finger flower, also known as ocra, is bisexual. This means that each lady's finger flower contains both the male reproductive parts, stamens, which produce pollen, and the female reproductive part, carpel, which contains the ovary and develop into the fruit. അടുത്ത പട്ടിക നോക്കിയ മക്കളെ, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള പൂക്കൾ നിരീക്ഷിച്ച് ഏകലിംഗ പുഷ്പങ്ങളെയും ദ്വിലിംഗ പുഷ്പങ്ങളെയും കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ, ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. ഫസ്റ്റ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്, ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. യൂണിസെക്ഷൽ ഫ്ലവേഴ്സിൽ ബിറ്റർ ഗാർഡ്, പപ്പായ, കുക്കുംബർ വരും. ബൈസെക്ഷൽ ഫ്ലവേഴ്സിൽ ഷോ ഫ്ലവർ, ബ്രിഞ്ചാൽ, ടൊമാറ്റോ വരും. നെക്സ്റ്റ് ഫ്രണ്ട്സ് ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളുടെ കൂട്ടുകാർ.
ഒബ്സർവ് ദ ഗിവൺ പിക്ചേഴ്സ്. നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. വാട്ട് ആർ ദ റീസൺ ഫോർ ഇൻസെക്ട്സ് ആൻഡ് ബേർഡ് ഗെറ്റിംഗ് അട്രാക്ട് ഫ്ലവേഴ്സ്? റൈറ്റ് ഡൗൺ യുവർ ഗസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രാണികളും പക്ഷികളും പൂക്കളിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള കാരണങ്ങൾ എന്തെല്ലാം? ഇൻസെക്ട്സ് ആൻഡ് ബേർഡ്സ് ആർ പ്രൈമർലി അട്രാക്റ്റഡ് ടു ഫ്ലവർ ഫോർ ഫുഡ്. In the case of insect, for breeding purpose, flowers provide them with nectar and pollen, which serve as source of nutrition. For insect, flowers also often a place to lay their eggs. Additionally, the bright colors, patterns, and scent of flowers play a crucial role in attracting them. Next, what factors help in pollination? എന്താ പറഞ്ഞിരിക്കുന്നത്? ഏതെല്ലാം ഘടകങ്ങളാണ് പരാഗണത്തെ സഹായിക്കുന്നത്? ഏതെല്ലാമായിരിക്കും മക്കളെ? Pollination is facilitated by both abiotic and biotic factors. Abiotic factors include wind and water. Biotic factors include insect, bird, and other animals.